ഡാ നിന്റെ ഇന്റർവ്യൂ എന്തായി? ഇത്തവണയും കിട്ടിയില്ല. ഓ സമാധാനമായി. അല്ല നിനക്ക് ജോലി കിട്ടി എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. നീ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് വിഷമമല്ലോ എന്ന് ഓർത്തിങ്ങനെ ഇരിക്കാൻ നേരത്താ ഈ മനോഹരമായിട്ടുള്ള കാര്യം ഇപ്പൊ നീ എന്നോട് പറഞ്ഞത്. അതിന്റെ സന്തോഷമാണ്. അപ്പൊ നിനക്കും ജോലി കിട്ടിയില്ലേ? കിട്ടി, പക്ഷേ ഒന്ന് അനുഗ്രഹം വാങ്ങിച്ചു കഴിഞ്ഞപ്പോ അത് പോയി കിട്ടി. ഒരു അനുഗ്രഹം വാങ്ങിച്ചപ്പോ ജോലി പോയേ? അതെങ്ങനെ? ഇന്റർവ്യൂ പാസ്സായ സന്തോഷത്തില് ഞാൻ പുള്ളിയുടെ കാലുകൊട്ടൊന്ന് വന്ദിക്കാൻ നോക്കിയതാ. പക്ഷെ ബാലൻസ് ആയിട്ട് പുള്ളിയുടെ പാൻറ്റേ പിടിച്ചു. സൂപ്പർ. ഇപ്പൊ മൂന്നാമത്തെ ഇന്റർവ്യൂ ആണ് ഇപ്പൊ പോണേ. അത് ആലോചിച്ചിട്ടാണ്. ഇതോടെ കൊട്ടി 25ാമത്തെ ഇന്റർവ്യൂ ഞാൻ പൊട്ടിയത്. എടി ഞാൻ കൂടായിട്ട് നിൽക്കുന്നില്ലേ, വിട്ട് കള. ഇനി എന്താ പ്ലാൻ? ആലോചിക്കാം, പക്ഷെ ഇന്ന് വേണ്ട, മൂടില്ല. നമുക്ക് നാളെ നോക്കാം. ശരി, നമുക്കെന്നൊരു കാറ്ററിംഗ് ബിസിനസ് തുടങ്ങിയാലോ? അതിനാദ്യം നമ്മുടെ കയ്യിലൊരു മൂലധനം വേണം. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാന്ന് വിചാരിക്കേ വേണ്ട. അപ്പൊ അത് പൊളിക്കും. നെക്സ്റ്റ്. എന്നാ ഡെലിവറി പോയി. അത് കട്ട സുഖം. നെക്സ്റ്റ്. ഒരു മിനിറ്റ്, ഒരു ഫോൺ വന്നു. ഹലോ. അതെയോ? ശരി ശരി, ഡീൽ ചെയ്യാം. ഓക്കെ, മീറ്റ് ചെയ്യാം നമുക്ക്. എന്താ ഇത്ര സന്തോഷം? സന്തോഷം തരുന്നൊരു വാർത്തയാണ്, പക്ഷെ അതൊന്ന് ഞാൻ ഉറപ്പിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. പറയടാ. പിന്നെ ഞാൻ ഒരിടം വരെ പോവാ. ഒരാഴ്ച കഴിഞ്ഞ് വരും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. എന്നെ വിളിക്കാൻ നിൽക്കരുത്. ഓക്കെ. നീ ഇത്ര നാൾ എവിടെ പോയിക്കണേന്ന്? ഞാൻ കുറച്ച് ബൾക്കായിട്ട് തേങ്ങ വാങ്ങിക്കാൻ പോയതാ. തേങ്ങ വാങ്ങാനാ? നീ ഇതെന്തൊക്കെയാ പറയണേ? എടാ, ഞാൻ നിന്നോടൊരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിതാ. ഈ തേങ്ങ നമ്മൾ കൊപ്രയാക്കി വെളിച്ചെണ്ണയാക്കി അങ്ങ് വിൽക്കും. ഇപ്പം കേരളത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയല്ലേ. അപ്പം ഇതിലൂടെ നമ്മൾ ലാഭം കൊയ്യും. ബെസ്റ്റ്. നീ ഇന്നലത്തെ പത്രം വായിച്ചില്ലേ? എടാ, വെളിച്ചെണ്ണക്ക് വിലയിടിഞ്ഞെന്ന്. എടാ, ഇത് താൽക്കാലികമാണ്. അധികം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമായിരിക്കും. പക്ഷെ ഓണത്തിൻ്റെ ടൈമിൽ വെളിച്ചെണ്ണ നല്ലോണം വേണ്ട സമയമാണ്. നമ്മുടെ കളി ഓണത്തിനാണ്. പിന്നെ വെളിച്ചെണ്ണ ഇല്ലാതെ ഒരു വിഭവം, അത് മലയാളികൾക്ക് സങ്കല്പിക്കാൻ കൂടെ പറ്റാത്ത ഒരു കാര്യമാണ്. നല്ല സൺഫ്ലവർ ഓയിൽ, അതുപോലെ പാം ഓയിൽ, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വെളിച്ചെണ്ണ അവിടെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിന് ഇതിന് മാത്രം തേങ്ങ നിനക്ക് എവിടെ നിന്ന് കിട്ടി? തുംകൂറാ? അത് കർണാടകയിലെ ജില്ലയുടെ പേരാ തുംകൂർ. ലാൻഡ് ഓഫ് കോക്കനട്ട് എന്നാണ് ആ ജില്ലയുടെ വിശേഷണം. ഏറ്റവും കൂടുതൽ തേങ്ങാ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ജില്ലയത്. അവിടെ കിൻഡലിന് കൂടിപ്പോയ 3000 രൂപ ഉണ്ടാവുള്ളൂ. എന്നാൽ കേരളത്തിലെത്തുമ്പോൾ കിൻഡലിന് 5000 മുതൽ 7000 രൂപ വരെ കൊടുക്കേണ്ടി വരും. ഇപ്പം അവിടെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്ന സമയമാണ്. ഇപ്പം കിൻഡലിന് 3000 എന്നുള്ളത് അതിലും താഴെയായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ സമയത്ത് ബൾക്കായിട്ട് നമ്മൾ മേടിച്ച് ഇവിടെ അത് മറിച്ച് വിറ്റാൽ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് 600 മുതൽ 1000 വരെ വിൽക്കാൻ പറ്റും. ചിലപ്പോൾ 1000 രൂപയ്ക്ക് വരെ നമുക്ക് വിൽക്കാൻ പറ്റും. ഈ ഓണ ടൈം എന്ന് പറഞ്ഞാൽ ഇനി ഇതേപോലെ അടുത്തൊരു സമയം നമുക്കിനി കിട്ടുമെന്ന് വിചാരിക്കണ്ട. ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. നീ ആള് കൊള്ളാല, നിനക്ക് ഇത്രയും ബുദ്ധിയാ? ആദ്യമായിട്ട് എനിക്ക് 60,000 മേലെ കാശ് അക്കൗണ്ടിൽ വീഴുന്നത്. അല്ല, നീ ഇനി വേണ്ടി എത്ര രൂപയാണ് മുടക്കിയത്? 20 രൂപ. ഫോൺ വാങ്ങാൻ വെച്ച കാശാ. പിന്നെ മുടക്കിയതിനേക്കാളും 40,000 രൂപ അധികം കിട്ടിയോണ്ട് കുറച്ചുകൂടെ കൂടിയ ഫോൺ വാങ്ങിക്കാൻ എനിക്ക് പറ്റും. നല്ല ബെസ്റ്റ് ടൈം. ഏറ്റവും ബെസ്റ്റ് ടൈം നിന്റെ അല്ലേ? 5 പൈസ മുടക്കാതെ നിന്റെ അക്കൗണ്ടിലേക്ക് വീണത് 25,000 രൂപ. അതും ശരിയാ. ഒരു കോളുണ്ടോ? ഹലോ, വീട്ടിലാ? എന്തേ? ശരി ശരി, നോക്കാം. നമുക്ക് എന്റെ വീട് വരെ ഒന്ന് പോണം. എന്തിനാണ്?
അതൊക്കെ പറയാം, നീ വാ. അപ്പോ ഇനി ഇത് നമ്മളാ സൂക്ഷിക്കാൻ പോകുന്നത്. അതെന്താ? തേങ്ങാക്കള്ളന്മാരവിടെ കൂടി വരുന്നു. അവന്റെ ഏരിയയിൽ CCTV ഇല്ല. നമ്മളിവിടെ സേഫ് ആണെന്ന് അവനറിയാം. കുറച്ച് കഴിഞ്ഞ അടുത്ത ലോഡ് വരും. പിന്നെ തേങ്ങ പൊളിക്കല്, കൊപ്പറ കാട്ടിക്കല്, അതെല്ലാം ഇനി ചെയ്യാൻ പോണത് ഇവിടെയാ. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കുറെ മുന്നോട്ട് പോകാൻ പറ്റുമല്ലേ? മലയാളികളുടെ മടി എന്ന് മാറുന്നോ അന്ന് നമ്മുടെ ഈ കച്ചവടം പൂട്ടും. മാറാത്തിടത്തോളം കാലം നമ്മൾ ഇനിയും മുന്നോട്ട് പോകും.